കണ്ണേ കരളെ VSA എന്നാണ് VSന്റെ പ്രിയപ്പെട്ടവരൊക്കെ VSനെ വിളിക്കുന്നത്. പക്ഷെ അത് വെറുതെ വിളിക്കുന്നതല്ല. സാധാരണക്കാരുടെയും നിരാലംബരുടെയും ഒക്കെ ശബ്ദമായി മാറിയതാണ് VS അച്യുതാനന്ദൻ. അങ്ങനെയാണ് സമര കേരളത്തിന്റെ കണ്ണും കരളുമായി VS അച്യുതാനന്ദൻ മാറിയത്. സമര പോരാട്ടങ്ങളുടെ പര്യായം എന്നതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് തലപ്പൊക്കത്തിന്റെ ചുരുക്കെഴുത്തു കൂടിയായിരുന്നു ആ രണ്ടാക്ഷരം. ചെറുപ്പത്തിൽ തന്നെ VS അച്യുതാനന്ദൻ പൊതുപ്രവർത്തനത്തിൽ ചൂടുറപ്പിച്ചു. കയർ തൊഴിലാളിയായി തുടങ്ങിയ VS അച്യുതാനന്ദൻ അങ്ങനെ തൊഴിലാളികൾക്കായി അവരുടെ അവകാശങ്ങൾക്കായി പോരാടി. അവിടെ വെച്ചായിരുന്നു തുടക്കം. പിന്നീട് പുന്നപ്ര വയലാർ സമര നേതാവായി. പിന്നീട് മുഖ്യമന്ത്രി കസേരയടക്കം VS അച്യുതാനന്ദൻ അലങ്കരിച്ചു. നിയമസഭാ സാമാജികനും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി അടക്കമുള്ള നിയോഗങ്ങളിലെല്ലാം തികഞ്ഞ പോരാളിയായിരുന്നു VS അച്യുതാനന്ദൻ. പാർട്ടി അണികൾക്കിടയിൽ എന്ന പോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അദ്ദേഹത്തെ ഒരു രക്ഷാപുരുഷനായി ജനനേതാവായി തന്നെ കാണുകയായിരുന്നു. ഒരു ശക്തിക്ക് മുന്നിലും കുനിയാത്ത, ആർക്കു മുന്നിലും തലകുനിക്കാത്ത നിലകൊണ്ട്, ആ ഒരു നിലപാടുകൊണ്ട് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ശക്തനായ നേതാവായി VS അച്യുതാനന്ദൻ വളരുകയായിരുന്നു. ഇപ്പോൾ അവസാനമായി ആലപ്പുഴയിലേക്ക് ജന്മനാട്ടിലേക്ക് VS അച്യുതാനന്ദൻ എത്തിയിരിക്കുന്നു. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരും. സാജു, വിലാപയാത്ര എവിടെ എത്തി? ഇനി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വേലിക്കകത്ത് വീട്ടിലേക്ക് വിലാപയാത്ര എത്തിച്ചേരുമോ? പോകുന്ന വഴികളിലൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? കണക്കൂട്ടലുകൾ വെച്ച് നമുക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എപ്പോഴോ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്ന കണക്കുകൾ പ്രകാരമുള്ള കിലോമീറ്ററുകൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരമുള്ള ഈ വിലാപയാത്ര പക്ഷെ ഇപ്പോഴും കരുവാറ്റ പിന്നിട്ട് തോട്ടപ്പള്ളിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അടുത്തത് തോട്ടപ്പള്ളിയാണ്. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാൻ കിടക്കുന്നു. വഴിയരികിലെല്ലാം കാത്തു നിൽക്കുന്നത് ഓരോ വിലാപയാത്രയ്ക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോയിന്റുകളിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ VSനെ കാണാനായി മണിക്കൂറുകളായി അക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു കരളുലഞ്ഞ സമൂഹത്തെയാണ് നമ്മൾ ഇന്നലെ തിരുവനന്തപുരം മുതൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വിലാപയാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടിരിക്കുന്നത്. 2 രാത്രിയും 1 പകലും പിന്നിട്ട് 2ാം പകലിലേക്കാണ് ആ വിലാപയാത്ര നീണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയരികിലെല്ലാം ഇടറിയാണ് VSന്റെ സഖാക്കൾ VSനെ അവസാനവട്ടം ഒരു നോക്ക് കാണുന്നത്. അത്തരം ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ തിരുവനന്തപുരം മുതൽ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രി AKG സെന്റർ മുതൽ പിന്നീട് തിരുവനന്തപുരം ജില്ല വിട്ട് കൊല്ലത്തും ഒക്കെ നമ്മൾ രാത്രിയും പുലർച്ചെയുമായി കാത്തുനിന്ന 10,000ങ്ങളിൽ നിന്നും ഉയർന്നത് നമ്മൾ കേട്ടതാണ്. തൊണ്ടയിടറി അവർ വിളിച്ചു ഒരിക്കൽ കൂടി തങ്ങളുടെ പ്രിയ നേതാവിനെ. കണ്ണേ കരളെ VSA എന്ന വിളി നമ്മളത് പലതവണ കേട്ടിട്ടുള്ളതാണ്. പല ജനകീയ പ്രക്ഷോഭത്തിന്റെയും നേതൃനിരയിലേക്ക് VS എത്തുമ്പോൾ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് VS ഒരു പോരാട്ടത്തിന്റെ നായകനായി എത്തിയ എല്ലാ ഘട്ടത്തിലും നമ്മൾ ആ വിളി കേട്ടിട്ടുണ്ട്. അത് അന്ന് പൊട്ടുമാറ് ഉച്ചത്തിൽ വിളിച്ച അതേ സമൂഹം അവസാനം ഒരിക്കൽ കൂടി VSനായി വിളിക്കുകയാണ് ആ മുദ്രാവാക്യം. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന വിളിയായിരുന്നു ഈ കിലോമീറ്ററുകളും ഈ മണിക്കൂറുകൾ ഉടനീളവും കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നട്ടുച്ചയെന്നോ സായാഹ്നമെന്നോ പാതിരാത്രിയെന്നോ പുലർച്ചെയെന്നോ ഒന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. തോരാ മഴയിലും ആയിരങ്ങൾ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നത് നമ്മൾ കേട്ടു. അതിന് മഴ മാറി വെയിൽ വന്ന ഘട്ടത്തിലും ആ ചൂടിനെയും സഹിച്ചുകൊണ്ട് മണിക്കൂറുകളോളം തങ്ങളുടെ ജനനായകന് വേണ്ടി കാത്തിരുന്ന ഒരു സമൂഹത്തെ ആണ് നമ്മൾ കണ്ടത്. അവസാനവും VSനെ വിട്ടുകൊടുക്കാൻ മടിച്ചു നിൽക്കുന്നത് പോലെയുള്ള കാഴ്ചകളായിരുന്നു എങ്ങും ഉണ്ടായിരുന്നത്. നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ് ഓടി അടുക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറക്കുന്ന സമയത്ത്, വിലാപയാത്ര ഇറക്കുന്ന സമയത്ത് കണ്ടെങ്കിൽ പിന്നീട് ഒരു നോക്ക് കാണാൻ വേണ്ടി ആർത്തലച്ചു വരുന്ന തിരമാലകളേക്കാൾ വേഗത്തിൽ ഒഴുകി വരുന്ന ഒരു സമൂഹത്തെയായിരുന്നു നമ്മൾ എല്ലായിടത്തും കണ്ടത്. ആ യാത്ര, ആ കാത്തിരിപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. VS എത്തുന്നതിന് എത്രയോ മണിക്കൂറുകൾ മുമ്പേ അവർ മുദ്രാവാക്യ വിളികളുമായി തങ്ങളുടെ പ്രിയ നേതാവിനെ കാത്തിരിക്കുന്നതാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. 154 കിലോമീറ്റർ നീളുന്നതാണ് ഈ വിലാപയാത്ര. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്ര. പക്ഷേ എത്രയോ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ആ വിലാപയാത്ര. ഇപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരം ബാക്കി കിടക്കുന്നു എന്നുള്ളതാണ്.
അതായത് വി എസ് എത്രയോ തവണ പോയ വഴിയോരങ്ങളാണ് ഇത്. എത്രയോ വേഗതയിൽ അദ്ദേഹം കുതിച്ചു പോയ വേഗതകളാണ്. പല പോരാട്ട ഭൂമിയിലൂടെയും വി എസ് ഓടിപ്പോയ വഴികളാണ്. ആ വഴികളിലൂടെയാണ് വി എസ് തന്റെ അവസാന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം രാപ്പകൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഒപ്പം ചേരുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർ വി എസ് എന്ന അവർ ജീവിച്ച നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന് പിന്തുണ കൊടുക്കാനായി, അല്ലെങ്കിൽ അയാളെ അവസാനമായി യാത്രയയക്കാനായി ഓടിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഇതിലും വലിയ ജനസാഗരമായിരിക്കും കാത്തു നിൽക്കുന്നത്. കാരണം ഇത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ആളുകളാണ് ഓടിയെത്തിയെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ളവരും ആലപ്പുഴയിലെ പൊതുദർശന സ്ഥലങ്ങളിലേക്ക് ഇന്നൊഴുകിയെത്തും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതുപോലെ തന്നെ സമയക്രമങ്ങൾ ഒന്നും വി എസിന്റെ ഈ വിലാപയാത്രയ്ക്ക് ബാധകമാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാം, വലിയ ചുടുകാടിലേക്കാണ് വി എസ് അവസാനമായി പോയിക്കൊണ്ടിരിക്കുന്നത്. വി എസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ യാത്രികരായിരുന്ന രക്തസാക്ഷികളുടെ ചാരത്തേക്ക് വി എസ് എത്തുന്നു എന്നായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും നീതിക്ക് വേണ്ടി ശബ്ദിച്ച ഒരു പ്രതിപക്ഷ സ്വരമായി ഉണ്ടായിരുന്ന, ജനങ്ങൾക്ക് പറയാൻ ആഗ്രഹിച്ചതിനൊപ്പം ചലിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. നമ്മുടെ തലമുറയിലെ ജനത ഇതുപോലെ മറ്റൊരാളെ ചേർത്ത് വെക്കാൻ ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ഒരു പുഴയായി വി എസ് കേരള രാഷ്ട്രീയത്തിൽ ഒഴുകിയെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്കും ഒരു പുഴയായി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനാവലി ഇരച്ച് എത്തുന്നത് നമ്മൾ കാണുന്നത്. വി എസ് അങ്ങനെയായിരുന്നു. വി എസിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ തന്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന, തന്റെ പാർട്ടി തീരുമാനങ്ങൾക്കപ്പുറമുള്ള മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി പടനയിക്കാനായി ജീവിച്ച ഒരു ആളായിരുന്നു വി എസ് അച്യുതാനന്ദനുള്ളത്. അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പിറന്ന മണ്ണിലേക്ക് അന്ത്യയാത്രയായി എത്തുമ്പോൾ ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിനായി. ഓരോ ഇടത്തും ആ കനലണഞ്ഞെങ്കിലും ആ തണല് മാഞ്ഞു പോയെങ്കിലും ഒരാൾ മരമായി ഇങ്ങനെ പൂത്തു നിൽക്കുന്നു എന്നതാണ് ഈ കാണാനെത്തുന്നവരുടെ മനസ്സിലുള്ള വികാരം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ, നെഞ്ചകങ്ങളിൽ ചേർത്ത് നിർത്തുകയാണ് വി എസ് അച്യുതാനന്ദനെ. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനത്തിരയെ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. ഇന്നലെ രാത്രിയും പുലർച്ചെയുമൊക്കെയായി നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടതിന്റെ എത്രയോ ഇരട്ടി മനുഷ്യർ ഓടിയെത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വി എസിനെ ഇന്ന് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മടക്കത്തെ ഒരു വീരമടക്കം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അടുത്ത കാലത്തൊന്നും കേരളം ദർശിക്കാത്തത്ര വലിയ വിലാപയാത്രയായി വി എസ് പോവുകയാണ്. പാതയോരങ്ങളിൽ വി എസിനെ കാത്ത് ആയിരങ്ങൾ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹത്തിന്റെ വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അത് എത്ര മണിയോടുകൂടി സാധ്യമാകുമെന്ന് അറിയില്ല. ഇപ്പോൾ കരുവാറ്റയാണ് വിലാപയാത്ര എത്തിയിട്ടുള്ളത്. അടുത്തത് തോട്ടപ്പള്ളിയാണ്. ഈ ഓരോ പോയിന്റിലും 100 കണക്കിന് ആളുകൾ വരുന്നെന്ന് വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്.